വോട്ട് ചോരിയിൽ ഭിന്നാഭിപ്രായവുമായി ജമ്മുകശ്മീർ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള. SIR-ഉം വോട്ട് ചോരിയും കോൺഗ്രസിന്റെ രാഷ്ട്രീയ വിഷയമാണ്. ഇന്ത്യ സഖ്യത്തിന് വോട്ട് ചോരിയിൽ ഒന്നും ചെയ്യാനില്ല. ഓരോ പാർട്ടിക്കും സ്വന്തം രാഷ്ട്രീയ അജണ്ട തീരുമാനിക്കാനുള്ള അവകാശമുണ്ട്. നാഷണൽ കോൺഫറൻസും സ്വന്തം അജണ്ട തീരുമാനിക്കുമെന്നാണ് ഒമർ അബ്ദുള്ളയുടെ നിലപാട്. इंडिया अलायंस को इससे कोई लेना देना नहीं है. हर पॉलिटिकल पार्टी को खुली छूट है कि वो अपने हिसाब से अपने पॉलिटिकल एजेंडा को सेट करें. अब कांग्रेस ने SIR या वोट चोरी को जो है अपना एक मेन पॉलिटिकल इशू बनाया है. ठीक है, हम कौन होते हैं उनसे कहने वाले कि वो ना करें. हम अपने इश्यूज चूज करेंगे, वो अपने चूज करें. ആദിൽ പാലോട് വിവരങ്ങളുമായി. ആദിൽ, ഇപ്പോൾ ഞങ്ങളുടേത് വേറെ തന്നെ വിഷയങ്ങളാണ് എന്നാണ് ഒമർ അബ്ദുള്ള പറയുന്നത്. ഇതിൽ കോൺഗ്രസിന്റെ മാത്രം വിഷയമായി വോട്ട് ചോരിയെ മാറ്റുകയാണോ? എന്താണ് അദ്ദേഹത്തിന്റെ ഈ ഭിന്നാഭിപ്രായത്തിന് കാരണം? ആദിൽ, ഉറപ്പായും ഇന്ത്യ സഖ്യത്തിലെ പ്രധാനപ്പെട്ട ഒരു നേതാവാണ് ഉമർ അബ്ദുള്ള എന്ന കാര്യത്തിൽ സംശയമില്ല. ഉമർ അബ്ദുള്ള ഇന്ത്യ സഖ്യം എന്ന നിലയിൽ തന്നെയാണ് ജമ്മു കാശ്മീരിൽ മത്സരിക്കുകയും മുഖ്യമന്ത്രിയായി പിന്നീട് ഭൂരിപക്ഷം നേടി അധികാരത്തിലെത്തുകയും ചെയ്തത്. ഇപ്പോൾ ഇന്ത്യ സഖ്യത്തിൽ അക്കാര്യത്തിലൊരു നേതാവ് എതിരഭിപ്രായവുമായി രംഗത്തെത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ വോട്ട് ചോരി എന്നത് പൊളിറ്റിക്കൽ അജണ്ട കോൺഗ്രസിൻ്റേത് മാത്രമാണ്. ഇന്ത്യ സഖ്യത്തിൻ്റെതായ ഇതിൽ ഒന്നും ചെയ്യാനില്ല എന്നാണ് ഇന്ത്യ സഖ്യത്തിന്റെ നേതാവ് കൂടിയായ ഉമർ അബ്ദുള്ള പറയുന്നത്. ഓരോ പാർട്ടിക്കും അവരവരുടെ പൊളിറ്റിക്കൽ അജണ്ട നിശ്ചയിക്കാനുള്ള സ്വാതന്ത്ര്യവും അവകാശവുമുണ്ട്. കോൺഗ്രസ് അത് ചെയ്യുന്നു. ഞങ്ങൾക്ക് നാഷണൽ കോൺഫറൻസിന് സ്വന്തം അജണ്ടകൾ ഉണ്ടാകും, അത് വോട്ട് ചോരിയല്ല എന്ന് വ്യക്തമായി തന്നെ പറയുകയാണ്. ഇന്ത്യ സഖ്യത്തിനുള്ളിലെ ഒരു നേതാവ് വോട്ട് ചോരിയെ തള്ളി രംഗത്തെത്തുന്നത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. പ്രത്യേകിച്ച് ദേശീയ രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് വോട്ട് ചോരി മുൻനിർത്തി പ്രചരണങ്ങൾ കടുപ്പിക്കുമ്പോൾ കഴിഞ്ഞ ദിവസം രാംലീല മൈതാനിയിലടക്കം വലിയ റാലിയാണ് കോൺഗ്രസ് നേതാക്കൾ സംഘടിപ്പിച്ചത്, കോൺഗ്രസിന്റെ അഖിലേന്ത്യാ കമ്മിറ്റി സംഘടിപ്പിച്ചത്. ഈ പ്രക്ഷോഭങ്ങൾക്കിടെയാണ് ഇന്ത്യ സഖ്യത്തിലെ ഒരു നേതാവ് വോട്ട് ചോരി ഇന്ത്യ സഖ്യത്തിന്റെ പ്രചരണ വിഷയമല്ല, പൊളിറ്റിക്കൽ അജണ്ടയല്ല എന്ന് പറഞ്ഞുകൊണ്ട് രംഗത്തെത്തുന്നത്. ശരി, ഒമർ അബ്ദുള്ളയുടെ വ്യത്യസ്ത ശബ്ദത്തിന്റെ വിശദാംശങ്ങളാണ് ആദിൽ പാലോട് നൽകിയത്.